ഹായ് ഗൈസ്, ഇന്ന് നമ്മളുള്ളത് നമ്മളുടെ പുതിയ H2 ബൈക്സിലാണ്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് നമ്മളുടെ ഷോറൂമിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു ടൂർ നടത്തണമെന്ന്. ഇപ്പോൾ അതാണല്ലോ മെയിനായിട്ട് എല്ലാവരും ട്രെൻഡ്. അപ്പോൾ ഞാനും വിചാരിച്ച് നമ്മളുടെ ഷോറൂമിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൻ്റെ ഫസ്റ്റ് പുറത്തുനിന്ന് തുടങ്ങാം. ഫുള്ള് ഷോറൂമിൻ്റെ ടൂർ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ബോർഡിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിസാബുക്ക ഇതേപോലെ ഒഴുകണം, LED ഒഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഇത് ചെയ്യണ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതുപോലത്തെ സംഭവം നോക്കി നമ്മൾ സെറ്റ് ചെയ്താണ്. അതിൻ്റെ മേളിൽ തന്നെ ഒരു ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബൈക്ക് ഇതാണ് നമ്മളുടെ ബോർഡൊക്കെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് നമ്മുടെ എൻട്രൻസ്. വരൂ, വെൽക്കം. ഇതാണ് നമ്മളുടെ ഷോറൂം. ഇവിടെ നിസാബുക്കൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരു പുതിയ ഷോറൂം തുടങ്ങുമ്പോൾ എങ്ങനെ വേണമെന്ന്. മെയിനായിട്ട് പറയാനുള്ളത് ഈ ചെടികളാണ്. കയറി വരുമ്പോൾ എൻട്രൻസിൻ്റെ 2 സൈഡിലും ചെടികൾ വേണം, പുറത്ത് കുറച്ച് ചെടികൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ സൈഡിലും നമ്മൾ കുറച്ച് നിസാബുക്കയുടെ വൈഫായിട്ടുള്ള മറിയുമ്പോൾ സെലക്ഷൻസൊക്കെയാണ് ഈ 2 ചെടികളും. പിന്നെ നമ്മൾ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിട്ടിട്ടുണ്ട്, മണ്ണൊക്കെ അധികം ഫ്ലോറിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി സെൻറ്ററിലൊരു ഇതിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈക്സൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മളൊരു കവാസാക്കിയുടെ ഒരു സെറ്റപ്പ് കൊണ്ട് അറേഞ്ച് ചെയ്തു. നമ്മളിൽ ഏകദേശം 3 കവാസാക്കിയുടെ ബൈക്സ് മാത്രമുണ്ട്. പിന്നെ നമ്മൾ ബോളിലേക്ക് വരാനാണെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രേ തീമിലുള്ള പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, നിസാബുക്ക് എപ്പോഴും ഒരു അഡ്വഞ്ചർ ടൈപ്പ് ആളാണ്. അഡ്വഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ വണ്ടി ചാടിക്കാനും കിടത്താനും എന്താ പറയുക മഡ് ടെറൈനിലൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് മോട്ടോ GPയിലെ കുറേ ആക്ഷൻസ് എന്ന് വെച്ചാൽ കോർണറിങ്ങും അതുപോലെ അവർ എന്താ പറയുക ഈ നമ്മുടെ റിസ്റ്റിൻ്റെ ഇവിടെ ട്രൈസിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരഞ്ഞു പോകുന്ന ടൈപ്പ് പോസ്റ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് ഈ സൈഡ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറ സൈഡിലേക്ക് വരാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അഡ്വഞ്ചർ ബൈക്കിലെ നമ്മളുടെ ടൈഗർ 1200 റാലി പ്രോ. അതിൻ്റെ ഒരു മണ്ണൊക്കെ തെറിപ്പിച്ചിട്ട് വന്നൊരു സാധനം വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, ഒരു ജമ്പിങ് ഉള്ളത്. അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. പക്ഷേ നമ്മളത് വരുന്ന സമയത്ത് അതും ചെയ്യുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ബൈക്കായിട്ടുള്ള H2യുടെ ഒരു പോസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളിവിടെ നോക്കി, ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. നല്ലൊരു ഹാങ്ങിങ് ക്ലോക്കാണ്. 2 സൈഡിൽ നിങ്ങൾക്ക് ആ ക്ലോക്ക് കാണാവുന്നതാണ്. പിന്നെ മേളിലേക്ക് പിന്നെ സീലിങ്ങിലെ കുറച്ച് കാര്യം പറയാറുണ്ട്. സീലിംഗ് നിങ്ങൾ നോക്കിയേ, നല്ല LED ലൈറ്റ്സൊക്കെ ചെയ്തിട്ടുള്ള സീലിംഗ് കാര്യങ്ങളാണ് നമ്മൾ സീലിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സാണ്. 3 പ്രൊഫൈൽ ലൈറ്റ്സ് നമുക്കുണ്ട്. പിന്നെ ബ്രാൻഡ്സ് നമ്മൾ ചെയ്യണ കുറച്ച് ബ്രാൻഡ്സൊക്കെ നമ്മൾ ഈ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫാൻ സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഇതാണ് കസ്റ്റമർ ലൗഞ്ചിലേക്ക് വരാനാണെങ്കിൽ ഏകദേശം ഒരു 2, 4, 5 പേർക്ക് ഇരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി അവിടെ ഒരു 615 നമ്മൾ പെഡോക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സുഖമായിട്ടിരിക്കാം. പിന്നെ ഇവിടെയും നമ്മൾ ബാമ്പു വെച്ചിട്ടുണ്ട്. ബാമ്പൂടെ ഒരു ചെറിയൊരു ചെടി അപ്പോൾ റിലാക്സ് ചെയ്തിരുന്നൊക്കെ കാണാം. പിന്നെ പെർഫ്യൂംസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ കിവി എന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ കളിയാക്കിയ കീവ എന്ന് പറഞ്ഞ ബൈക്ക്. പിന്നെ H2 അറിയാമല്ലോ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ H2s കാണാം. ഇത് ഒരു ചെറിയ മിനിയേച്ചർ വെർഷൻ. ഇത് അതിനെക്കാളും കുറച്ചുകൂടെ വലിയ 1:6 സ്കെയിലിൽ വരുന്ന H2 ആണ്. ഇത് കുറച്ചുകൂടെ പ്രീമിയം ടൈപ്പാണ്. പിന്നെ ഒരു TV ഉണ്ട് കസ്റ്റമർ ലൗഞ്ചിൽ, കസ്റ്റമേഴ്സിനൊക്കെ വരുമ്പോൾ കാണാൻ പറ്റിയ ലൗഞ്ച്. പിന്നെ 2 ഹെൽമെറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലൊരെണ്ണം നമ്മൾ ഗീവ് അവേ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ബൈക്സൊക്കെ മെയിനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പനികാലെ ചെറുതായിട്ടൊന്നിങ്ങനെ കോർണർ ചെയ്യണ ഒരു ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും H2 ബൈക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓഫീസിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ ഞാനിരിക്കുന്ന സ്ഥലമാണ്. അത് നമ്മുടെ നിസാബുക്കയുടെ ചെയറും കാര്യങ്ങളൊക്കെ ആണ്, അറിയാലോ. പിന്നെ നമ്മളിവിടെ ഓരോരോ വേർഡിങ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും അവിടെയും കുറച്ച് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഒരു ചെടിയുണ്ട്. ഇതിൽ വെള്ളം ഒഴിച്ചായിരുന്നോ? അപ്പോൾ പിന്നെ ഇവിടെ കുഞ്ഞ് ജിപ്സി അറിയാലോ, എനിക്ക് പണ്ട് തൊട്ട്
ഓഫ് റോഡ് പ്രാന്താണ്. അതുകൊണ്ട് റാംഗ്ലർ ഇതൊക്കെ നിസാബൊക്കെ മേടിച്ചു തന്നാണ്ട ടേബിളിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ റാംഗ്ലറും ഇതൊക്കെ ഉണ്ട്. പിന്നെ പെൻ കാര്യങ്ങൾ, നോർമൽ ഒരു ഓഫീസ്. ഇവിടെ മെയിനായിട്ടുള്ളൊരു പോസ്റ്ററേ കാണിച്ചത് ഇത് നോക്കി. 2000 ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഞാൻ നിസാബൊക്കെ കൂടെ ഇങ്ങനെ പോണ ഒരു സീനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പുറത്തെ H2 എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ഇവിടെ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട, ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളും. ഇത് ഞങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ട് വന്ന ചെടിയാണ്ട, ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ പുതിയ നമ്പറാണ് ചെടിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളുള്ളൊരു വീഡിയോ നമ്മളിനി പയ്യാന്ന് ആലോചിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്യാം. ബാക്കിൽ വണ്ടി സൂക്ഷിച്ച് കേട്ടോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ഡുക്കാട്ടി. ശരിക്കും പനികാല എനിക്കിഷ്ടമുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ അതാണ്. പിന്നെ ഇവിടെ നമ്മൾ വേറൊരു വണ്ടി വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് R6 ആണെന്നുള്ളൊരു സൈഡാണ്. പക്ഷെ വേറെ ബാഡ്ജിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കണ്ണിൽ കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പനികാലയിൽ എനിക്കിഷ്ടം ഈ പനികാലൻ. ഒരു അഗ്രഷൻ ലുക്കുള്ള വണ്ടിയാണത്. ഇതൊരു എന്താ പറയുക, അത്ര അഗ്രഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മറ്റേ പനികാലെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന ഒരു വണ്ടിയായിരുന്നു. ആ ഫേസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സെയിം പനികാലം എനിക്കിഷ്ടം. ഇത് പുതിയ വേർഷനാണ്. പുതിയ വേർഷൻ ഞാൻ അത്ര ഫാനല്ല. എനിക്ക് ആ പഴയ മോഡലിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ ബ്രാൻഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഉള്ളതാണ് നമ്മുടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സമാധാനമായിട്ട് ഇരുന്ന് TV ഒക്കെ കണ്ട് ഇഷ്ടമുള്ള വണ്ടിയും ഒക്കെ മേടിച്ച് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോവാം. പിന്നെ നമ്മളിവിടെ കുറച്ച് ലോഗോസ് നമ്മൾ വെച്ചിട്ടുണ്ട് മേളിൽ. ഇതായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു 10-20 സംതിങ് വണ്ടികൾ ഇപ്പം നിലവിൽ ഷോറൂമിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കുറച്ച് വണ്ടി പോളിഷിങ്ങിലും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി വണ്ടികൾ വരുമ്പോൾ ഇനി ഞാൻ മാക്സിമം ശ്രമിക്കും ഓരോ വണ്ടിയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പുതിയ വണ്ടികൾ കാണാനും അതിനെപ്പറ്റി അറിയാനും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുൾ സ്റ്റോക്കിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരായിരിക്കും. ബൈ.